ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ, DPT എന്തിനുള്ള വാക്സിനാണ്, വിവിധ തരത്തിലുള്ള വാക്സിനുകൾ ഏതില്, അങ്ങനെ PSC ശറപറാന്ന് റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് നമ്മളിത് നോക്കുന്നത്. മറ്റൊന്നുമല്ല, SCRT 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് വ്യാധികൾ പടരാതിരിക്കാൻ. റെഗുലർ ആയിട്ട് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഡെഫിനറ്റ് ആയിട്ട് ബയോളജി പോർഷനിൽ നിന്ന് ഉണ്ടായിരിക്കും. നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലാത്തൊരു ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. വ്യാധികൾ പടരാതിരിക്കാൻ എന്ന ഹെഡിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പകർച്ചവ്യാധികളുമായിട്ട് ബന്ധപ്പെട്ടതും അതിന്റെ പ്രതിരോധ ശക്തിയും പ്രതിരോധ മരുന്നുകളെ കുറിച്ചൊക്കെ പറയുന്നതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പൊ ഈ പിക്ചറിൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പൊ എന്താ അടുത്തത് നോക്കി. പനി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗമല്ല. അപ്പൊ പിന്നെ എന്താ ഈ പനി? പനി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 36.8 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള രോഗാണുക്കൾ നമ്മളെ ശരീരത്തെ ആക്രമിക്കുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിന്റെ താപനിലയെ, അത് ടെമ്പറേച്ചറിനെ ഉയർത്തി ആ രോഗത്തിനെതിരെ പ്രതിരോധിക്കുന്നതാണ് പനിയുടെ രൂപത്തിൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് പനി ഒരിക്കലും ഒരു രോഗമല്ല. പനി വരുമ്പോൾ ആവശ്യത്തിന് റെസ്റ്റ് എടുത്ത് ധാരാളം വെള്ളം കുടിച്ച് നല്ല ലൈറ്റ് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുക. നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്ന ഒരു റെസ്റ്റിംഗ് പീരീഡ് ആണത്. അപ്പൊ പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ. ഇവിടെ നമ്മൾ ഈ ഒരു 2 ടേബിൾ കാണുന്നുണ്ടല്ലോ. പകരാത്ത രോഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പകരുന്ന രോഗങ്ങൾ ഒന്ന് നോക്കി വെക്കണം. ഏതൊക്കെയാ? ചിക്കൻ പോക്സ്, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, കോളറ, ടൈഫോയിഡ്, ക്ഷയം, മീസൽസ്. അപ്പൊ ഇതിനകത്ത് മഞ്ഞപ്പിത്തം പകരുമെന്നൊക്കെ ചിലപ്പോൾ സംശയം വരും. മഞ്ഞപ്പിത്തം പകരുന്ന രോഗമാണ്. ചിക്കൻ ബോക്സ് പകരും എന്ന് നമുക്കറിയാം. പക്ഷെ ഇതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് ഉള്ളതുണ്ട്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് വരുന്നത് ഇതിൽ താഴെ പകരുന്നതിൽ ഒരു പകർച്ചവ്യാധി ഏത് എന്ന് ചോദിച്ചിട്ട് ബാക്കി 3 പകരാത്ത രോഗവും ഒരെണ്ണം പകരുന്ന രോഗമായിട്ട് ഇട്ട് തരും. അപ്പൊ അത്രയും ഓപ്ഷൻസ് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഡൗട്ട് വരും. അതുകൊണ്ട് നോക്കി വെക്കുക. പകരുന്ന രോഗങ്ങൾ ചിക്കൻ ബോക്സ്, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, കോളറ, ടൈഫോയിഡ്, ക്ഷയം, മീസൽസ്. അപ്പൊ പകരാത്ത രോഗങ്ങളോ? വെറുതെ ഒന്ന് കണ്ടു നോക്കാം. നമുക്കറിയാം എങ്കിലും കാണാം. ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ, തിമിരം, ഹൈപ്പർ ടെൻഷൻ, അപസ്മാരം, ആസ്മ. ഈ ആസ്മയും അപസ്മാരം ചിലർക്കൊക്കെ ഡൗട്ട് ഉള്ളതാണ്. അത് പകരുന്ന രോഗമല്ല, അത് പകരാത്ത രോഗമാണ് കേട്ടോ. അപ്പൊ അടുത്ത പോയിന്റിലോട്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പകർച്ചവ്യാധികൾ. നമ്മൾ എപ്പോഴും കാണുന്ന പകർച്ചവ്യാധി. എന്താ ഈ പകർച്ചവ്യാധി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന രോഗത്തെയാണ് നമ്മൾ പകർച്ചവ്യാധികൾ അഥവാ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ പകർച്ചവ്യാധി, മഹാമാരി, നമ്മൾ പത്രത്തിലൊക്കെ മഹാമാരി എന്നൊക്കെ കാണാറുണ്ട്. ഇത് രണ്ടും ഒന്നാണോ? അല്ല, വ്യത്യാസമുണ്ട്. അതായത് ഈ പകർച്ചവ്യാധി അത് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്കോ ഒക്കെ അങ്ങനെ അങ്ങ് അത്ര വൈഡായിട്ട് സ്പ്രെഡ് ചെയ്യുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മഹാമാരി അഥവാ പാൻഡമിക്. പാൻഡമിക് എന്ന വാക്ക് കേട്ടപ്പോൾ നിങ്ങൾ കുറെ പേർക്ക് ഓർമ്മ വന്നു. എന്താ? കോവിഡ് പാൻഡമിക് നമ്മൾ കേട്ടല്ലോ. നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ നേരിട്ട ഒരു മഹാമാരി അഥവാ പാൻഡമിക് ആണ് COVID-19. അപ്പൊ നമ്മള് ഇത്രയും നാൾ കൊണ്ട് മനുഷ്യകുലം നേരിട്ട കുറെ മഹാമാരികളുടെ പേരുകളാണ് വസൂരിയൊക്കെ ഇപ്പൊ ഇല്ല, പണ്ട് നമ്മുടെ പൂർവികരുടെ സമയത്ത് ഉണ്ടായിരുന്നതാണ്. വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19. കോവിഡിന്റെ കാര്യം ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അടുത്തൊരു ചോദ്യം. എന്താ ഈ രോഗകാരി? ഇംഗ്ലീഷ് കേട്ടാൽ കുറച്ച് പേർക്ക് മനസ്സിലാവും. പത്തോജൻസ്. രോഗകാരി എന്ന് വെച്ചാൽ രോഗം ഉണ്ടാക്കുന്നതിന് കാരണമാകുന്ന എന്തോ അവരാണ് രോഗകാരികൾ അഥവാ പത്തോജൻസ്. എന്താണ്? രോഗം ഉണ്ടാകുന്നതിന് കാരണമാകുന്നവരാരാണോ അവരാണ് രോഗകാരികൾ അഥവാ പത്തോജൻസ് എന്ന് പറയുന്നത്. ഇവര് മിക്കവാറും കേസിൽ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മ ജീവികളായിരിക്കും. അതായത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇങ്ങനെയുള്ളവരാണ് മിക്കവാറും എല്ലാ പകർച്ചവ്യാധിക്കും കാരണമാകുന്നത്. അപ്പൊ രോഗം ഉണ്ടാക്കുന്ന അതിന് കാരണമാകുന്നവരാരാണോ അവരാണ് രോഗകാരികൾ അഥവാ പത്തോജൻസ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് ബാക്ടീരിയയുടെയും വൈറസിന്റെ ഒക്കെ മൈക്രോസ്കോപ്പിക്കൽ ആയിട്ടുള്ള വ്യൂ ആണ് നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ ജസ്റ്റ് കണ്ടുപോകുള്ളൂ. അപ്പൊ ഇനി നമ്മൾ നോക്കുമ്പോൾ അടുത്തൊരു ഹെഡിങ് ഉണ്ടോ? സൂക്ഷ്മ ജീവികൾക്കൊപ്പം. അപ്പൊ ഈ ബാക്ടീരിയയും വൈറസും ഒക്കെ രോഗം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് എല്ലാ ബാക്ടീരിയയും വൈറസും ഫംഗസും ഒന്നും അപകടകാരിയല്ല. നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഗട്ട്, അതായത് നമ്മുടെ വയറിനകത്ത് ഗട്ട് ഹെൽത്തും അതുപോലെ നമ്മുടെ പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ഉപകാരികളായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. അതുപോലെ അതിന് വേറൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഈസ്റ്റ്. ഇഡലി മാവും ദോശമാവൊക്കെ പുളിക്കില്ലേ? ഈസ്റ്റ് ഒരു ഉപകാരിയായിട്ടുള്ള ബാക്ടീരിയയാണ്. അതുപോലെ ലാക്ടോബാസിലസ് അതൊരു ബാക്ടീരിയയാണ്. പാലിനെ പുളിപ്പിച്ച് തൈരാക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. പിന്നെ വരുന്ന സാധനമാണ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ. അതായത് കുടലില് വൈറ്റമിൻ B12 ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ബാക്ടീരിയയാണ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ. വേറൊരു ഉപകാരിയായിട്ടുള്ള ഫംഗസ് ആണ് പെനിസിലിയം ഫംഗസ്. അതായത് പെൻസിലിൻ മെഡിസിൻ ആണ്. പെൻസിലിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നവയാണ് പെനിസിലിയം ഫംഗസ്.
പിന്നൊരു ബാക്ടീരിയയാണ്, ഇതെല്ലാവരും കേട്ടിട്ടുണ്ട്, റൈസോബിയം ബാക്ടീരിയ. എന്താ അത്? അതായത് ലെഗുമിനസ് പ്ലാന്റ്സ്, അതായത് പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളിൽ, അതായത് അന്തരീക്ഷത്തിലെ നൈട്രജനെ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന തരത്തിലുള്ള ചില ബാക്ടീരിയ അവരുടെ ഈ പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിൽ കാണും. അത്തരത്തിലുള്ള ബാക്ടീരിയകളാണ് റൈസോബിയം ബാക്ടീരിയ. അത് അവർക്ക് ഉപകാരമാണ് ചെയ്യുന്നത്. അതായത് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ അത് ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നൈട്രേറ്റ് ആക്കി മാറ്റും. സോ അത് റൈസോബിയം ബാക്ടീരിയ. ഇങ്ങനെ ഇവരെല്ലാം ഉപകാരമുള്ള സൂക്ഷ്മജീവികളുടെ ഗണത്തിൽ പെടുന്നവരാണ്. അപ്പൊ ഇനി നമ്മള് അടുത്തൊരു ടോപ്പിക്ക് നോക്കി, ഫംഗസുകളുടെ ലോകം എന്ന് പറയാം. ഫംഗസുകളുടെ ലോകം എന്ന് പറയുമ്പോൾ ഫംഗസിന്റെ ഒരു പടമുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ ബ്രെഡും റസ്കും ഒക്കെ മേടിച്ചിട്ടുണ്ട്. റൊട്ടി, ബ്രെഡിനകത്ത് കുറച്ച് ദിവസം ബ്രെഡ് പുറത്ത് നിന്ന് ഡേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു പൂപ്പൽ വരും. ചിലപ്പോൾ വെളുത്ത കളറുള്ള പൂപ്പലായിരിക്കും, ചിലപ്പോൾ ചെറിയ കറുപ്പ് കളറുള്ള പൂപ്പലായിരിക്കും. എന്തെങ്കിലും പൂപ്പൽ കണ്ടിട്ടുണ്ടല്ലോ? പൂപ്പൽ കാണാത്തവരാരുമില്ല. ഈ പൂപ്പൽ എന്ന് പറയുന്നത് എന്താ? ബാക്ടീരിയ ആണോ? അല്ല. പൂപ്പൽ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്. അതുപോലെ ഈ നനഞ്ഞ തോർത്തൊക്കെ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ കരിമ്പിനടിക്കും. ഈ കരിമ്പിന് ഒരു ഫംഗസ് ആണ്. അപ്പം നമ്മുടെ റൊട്ടിയുടെ പൂപ്പല്, നമ്മുടെ ഡ്രസ്സിലുണ്ടാകുന്ന കരിമ്പിന്, ഇതൊക്കെ ഫംഗസുകളാണ്. പക്ഷെ എന്നാലും മനുഷ്യന് രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളുണ്ട്. അതിന്റെ പേരാണ് കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. കൃത്യമായിട്ട് ആ പേരുകൾ ഓർത്തിരിക്കണം. ഏതൊക്കെയാ? കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. മനുഷ്യന് രോഗം ഉണ്ടാക്കുന്ന. ഇനി ഫംഗസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ഫംഗസും വളരെ ചെറിയ സൂക്ഷ്മനേത്രം കൊണ്ട് കാണാൻ പറ്റില്ലാത്തത്രയും ചെറുതൊന്നുമല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയിട്ട് കഴിക്കുന്ന കൂണ്, അത് വലുതല്ലേ? അതും ഫംഗസ് തന്നെയാണ്. ഫംഗസുകളെ കുറിച്ച് നമ്മളൊന്ന് കണ്ടു. അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്ന കാര്യം നോക്കി, അതായത് രോഗങ്ങൾ പകരുന്ന വഴി. രോഗം എങ്ങനെയാ പകരുന്നത്? ഇപ്പൊ ഈ പക്ചറിൽ നോക്കുവാണെങ്കിൽ ആ കുട്ടി ചുമയ്ക്കുമ്പോ കണ്ടോ, വായുവിലൂടെ പകരുന്നുണ്ട്, അവന്റെ ചുമനീരിലൂടെ പകരുന്നുണ്ട്, ഈച്ച വഴി പകരുന്നുണ്ട്. അങ്ങനെ അതെങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ വേറൊരു ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പൊ അടുത്താണ് രോഗാണുവാഹകർ. അത് നമ്മള് ഇതിനു മുന്നേ നമ്മൾ പത്തോജൻസിനെ കണ്ടു. അതെന്താ? രോഗം ഉണ്ടാക്കുന്നവരാരാണോ, ആ സൂക്ഷ്മജീവി ഏതാണോ, അതാണ് നമ്മൾ പത്തോജൻസ് അഥവാ രോഗാണു എന്ന് പറഞ്ഞു. ഇപ്പൊ ഇനി ഇത് പറയുന്നതാണ് രോഗാണുവാഹകർ. അതായത് ഈ രോഗം ഉണ്ടാക്കുന്ന ആ സൂക്ഷ്മജീവി, അതായത് ആ പാത്തോജനെ അവര് ചുമ്മാ നമ്മുടെ ശരീരത്തോട്ട് വരുമോ? ഇല്ല. അവരെ ആ പാത്തോജൻസിനെ അഥവാ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികൾ ആരാണോ അവരാണ് രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. രോഗാണുവാഹകർ അഥവാ വെക്ടേഴ്സ്. വെക്ടേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാല്. ഇങ്ങനെ ധാരാളം ജീവികൾ ഈ വെക്ടേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ വവ്വാലിനെ കണ്ടാൽ തന്നെ നമുക്കറിയാം വവ്വാല് ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് നിപ്പ വന്നേ പിന്നെ. അപ്പൊ നമ്മൾ വവ്വാലിനെ എവിടെയാ വവ്വാല് കടിച്ചാൽ ഒന്നും കഴിക്കരുതെന്ന് പറയില്ലേ? അതിന് കാരണം എന്താ? നിപ്പ ഉണ്ടാക്കുന്ന വൈറസ് ആണ്. ആ വൈറസിനെ നമ്മുടെ ശരീരത്തോട്ട് എത്തിക്കുന്ന ആളാണ് വവ്വാല്. അതുകൊണ്ടാണ് വവ്വാല് കടിച്ച ഒന്നും കഴിക്കരുതെന്ന് പറയുന്നത്. അല്ലാതെ വവ്വാലല്ല അസുഖം ഉണ്ടാക്കുന്നത്. അതായത് രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തിക്കുന്ന ആ ആളുകൾ ആരാണോ അവരെയാണ് നമ്മൾ രോഗാണുവാഹകർ അഥവാ വെക്ടർ എന്ന് പറയുന്നത്. വെക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് ഈച്ച, എലിച്ചെള്ള്, കൊതുക്, വവ്വാല്. അപ്പൊ കണ്ടോ വവ്വാലൊക്കെ ഇരിക്കുന്നുണ്ടോ? വവ്വാലിനൊക്കെ പടം കണ്ട അത്ര പാവാ, പക്ഷെ അവനുണ്ടാക്കുന്ന പ്രശ്നം ഓർക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അപ്പൊ ഇനി അടുത്ത് നോക്കി, ഈ സൂക്ഷ്മജീവികൾ, അതായത് നമ്മുടെ പാത്തോജൻസ്, രോഗം ഉണ്ടാക്കുന്ന പാത്തോജൻസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊക്കെ വിധത്തിലാണ്, അതുണ്ടാക്കുന്ന രോഗങ്ങൾ, അങ്ങനെ ഒരു ചാർട്ടാ കൊടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് ഈ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഒന്നാമത്തെയാണ് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ. ഈ രോഗാണുവാഹകർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് നാക്കുളുക്കും. സംഭവം വേറൊന്നുമില്ല, വെക്ടർ. വെക്ടർ വഴി അല്ലാതെ, അതായത് രോഗം ഉണ്ടാക്കുന്ന ആ സാധനത്തിന് ഒരു രോഗാണുവാഹകരിൽ നിന്നല്ലാതെ നേരിട്ട് നമ്മുടെ ഉള്ളിലോട്ട് വേറെ തരത്തിൽ കയറും. മറ്റു രണ്ടാമത്തെ കാറ്റഗറി തന്നെ രോഗാണുവാഹകരിൽ നിന്ന്, അതായത് വെക്ടർ വഴി. അതായത് വെക്ടർ വഴി അല്ലാതെ വെക്ടർ വഴി. ഇതാണ് രണ്ട് കാറ്റഗറി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ നോക്കി, രോഗാണുവാഹകരിൽ നിന്നല്ലാതെ. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ 3 തരത്തിൽ നമ്മളുടെ ഉള്ളിലേക്ക് പാത്തജൻസ് എത്താം. എങ്ങനെ? മണ്ണിലൂടെ, വായുവിലൂടെ, ജലവും ഭക്ഷണവും വഴി. മണ്ണിലൂടെ വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? അതിന് എക്സാമ്പിൾ ആണ് വിരശല്യം, ടെറ്റനസ്. ഇനി അത് നമ്മൾ കാലിലൊക്കെ മുറിവുണ്ടെങ്കിൽ ഈ മണ്ണിലൊക്കെ പണിയുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയും. ആ കാരണം അസുഖം ഉണ്ടാവും. മണ്ണിലൂടെ വരുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിൾ ആണ് വിരശല്യം, ടെറ്റനസ്. വായുവിലൂടെ പകരുന്ന രണ്ട് രോഗങ്ങൾ, ഒന്നാമത്തെ അവിടെ തന്നിട്ടുണ്ട് ക്ഷയം. വേറൊരു എക്സാമ്പിൾ എന്താ? ഇൻഫ്ലുവൻസ. വായുവിലൂടെ പകരുന്ന രണ്ട് രോഗങ്ങളാണ് ക്ഷയം, ഇൻഫ്ലുവൻസ. ഇതല്ലാതെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയിട്ട് രണ്ടെണ്ണം പറയുന്നുള്ളൂ. അടുത്ത നോക്കി, ജലവും ഭക്ഷണവും വഴി പകരുന്ന രണ്ട് രോഗങ്ങൾ. ഒന്ന് ടൈഫോയിഡ്, രണ്ടാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് പോലെ സ്കൂളിൽ പഠിക്കുന്ന എന്താ? കോളറ. അതാണ് നമ്മൾ ശുദ്ധമായ വെള്ളം കുടിക്കാവുള്ളൂ, മോശപ്പെട്ട വെള്ളം കുടിക്കരുതെന്നൊക്കെ പറയുന്നത്. ജലവും ഭക്ഷണവും വഴി പകരുന്ന രണ്ട് രോഗങ്ങളാണ് ടൈഫോയിഡ്, കോളറ. ഇനി അടുത്ത് നോക്കിയേ, രോഗാണുവാഹകരിൽ നിന്ന്, അതായത് നമ്മുടെ വെക്ടർ വഴി. അപ്പൊ വെക്ടർ ആയിട്ട് ആള് ആരൊക്കെയായിരുന്നു? നമ്മൾ രോഗാണുവാഹകരായിട്ടുള്ളവർ ഇപ്പൊ നമ്മൾ പടമൊക്കെ കണ്ടായിരുന്നു. ആരൊക്കെയാ? കൊതുക്, ഈച്ച, ചെള്ള്,
പക്ഷികൾ. ഇതല്ലാതെ മനുഷ്യനും വരാം കേട്ടോ. ഒരു മനുഷ്യനിൽ നിന്ന് അടുത്ത മനുഷ്യനിലോട്ടും പോകാമല്ലോ. അപ്പൊ നമ്മള് ഈ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞത് എന്താ? അപ്പൊ ഡെങ്കിപ്പനി ഉണ്ടാകുന്നതിന് കാരണം എന്താ? കൊതുക്. കൊതുക് വഴി ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ. ഏതൊക്കെയാ? ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ. ചെള്ള്. ചെള്ള് വേറൊരു പാത്തജനായിട്ട് വെക്ടറായിട്ട് വരുന്ന ചെള്ള് വഴി ഉണ്ടാകുന്ന രോഗമാണ് പ്ലേഗ്. ഇനി മനുഷ്യര് വഴി ഉണ്ടാകുന്ന രോഗം ഏതൊക്കെയാ? ഒരു കുഷ്ഠം. കുഷ്ഠം പകരും ചെങ്കണ്ണ്, പുഴുക്കടി. ഏതൊക്കെയാ? കുഷ്ഠം, ചെങ്കണ്ണ്, പുഴുക്കടി. ഇനി പക്ഷികള് രോഗാണുവാഹകരായിട്ട് ആക്ട് ചെയ്തിട്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാ? പക്ഷിപ്പനി നമുക്കറിയാം. പക്ഷിപ്പനി. അടുത്തതാണ് സാൽമണല്ലോസിസ്. ഏതാണ്? സാൽമണല്ലോസിസ്. പക്ഷികള് രോഗാണുവാഹകരായിട്ട് ആക്ട് ചെയ്തുണ്ടാകുന്ന 2 രോഗങ്ങൾക്ക് എക്സാമ്പിൾ ആണ് പക്ഷികള്, സാൽമണല്ലോസിസ്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇനി അടുത്തത് നോക്കി, ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള 3 പടങ്ങളാണ്. കാണുമ്പോൾ വളരെ സിമ്പിൾ. PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള 2-3 ചോദ്യങ്ങളാണ് ആ പടത്തിന്റെ രൂപത്തിൽ അവിടെ കാണുന്നത്. അപ്പൊ കണ്ടോ, തെങ്ങിലെ കൂമ്പുചീയൽ. ഈ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, SCERT ടെക്സ്റ്റ് ബുക്കിലെ ഓരോ വരിയും ചോദ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്ന് കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് SCERTയിലെ ഓരോ വരിയും ചോദ്യം. ഇപ്പൊ തെങ്ങിലെ കൂമ്പുചീയൽ ഇതെങ്ങനെ ചോദിക്കുന്ന അറിയോ? കൂമ്പുചീയൽ ഏത് സസ്യത്തെ ബാധിക്കുന്ന രോഗമാണ്? ഓപ്ഷൻസ്: കവുങ്ങ്, തെങ്ങ്, വാഴ, നെല്ല്. കണ്ടിട്ടില്ലാത്ത, അറിയില്ലാത്ത ഒരാൾ അവിടെ ഗസ് ചെയ്യാൻ പോകും. ഒരിക്കലും ഇത് ശരിയാക്കുകയില്ല. അപ്പൊ ഇത് സിമ്പിൾ ആണെങ്കിലും പരീക്ഷയ്ക്ക് അത് സിമ്പിൾ ആയിരിക്കില്ല. അപ്പൊ കൂമ്പുചീയൽ ഏത് ചെടിയെ ബാധിക്കുന്ന? തെങ്ങിലെ കൂമ്പുചീയൽ. അതുപോലെ മൊസൈക്ക് രോഗം. അപ്പൊ മൊസൈക്ക് രോഗം ഏതിനെ ബാധിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസ് വരും: പയറ്, കപ്പ, പടവല, അങ്ങനെ കുറെ ഓപ്ഷൻ തരും. അപ്പത്തേക്ക് നമുക്കത് ഐഡിയ ഉണ്ടായിരിക്കത്തില്ല. ഈ മൊസൈക്ക് രോഗം പയറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇനി ഇതിന്റെയൊക്കെ കാരണമായിട്ടുള്ള സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഇനി വഴിയെ കാണുന്നുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ മൊസൈക്ക് രോഗം പയറിനെ ബാധിക്കുന്നതാണ്. ഇനി നോക്കി, നെല്ലിലെ ബാധിക്കുന്ന ഒരു രോഗമാണ് തവിട്ടിലപ്പുള്ളി. നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് തവിട്ടിലപ്പുള്ളി. 3 ചോദ്യങ്ങൾ, 3 ക്വസ്റ്റ്യൻസ്, 3 മാർക്ക്. എത്രയോ റാങ്കുകളാണ് ഓർക്കുക. ഒരു റാങ്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 100 കണക്കിന് മാർക്കിനായിട്ടാണ് പുറകോട്ട് പോകുന്നത്. അപ്പം തെറ്റിപ്പോയി. ഒരു മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ 100 കണക്കിന് റാങ്കാണ് നമുക്ക് മാറിപ്പോകുന്നത്. അപ്പൊ നോക്കിയേ, തെങ്ങിനെ ബാധിക്കുന്ന രോഗമാണ് കൂമ്പുചീയൽ. പയറിനെ ബാധിക്കുന്ന രോഗമാണ് മൊസൈക്ക് രോഗം. നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് തവിട്ടിലപ്പുള്ളി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി നമ്മൾ ഇത് വളരെ 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 ഇമ്പോർട്ടന്റ്. ഞാൻ ഒരുപാട് തവണ PSC പരീക്ഷ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പഠിപ്പിക്കുന്ന ആളാണ്. അതിന്റെ ബേസിസ് ഞാൻ പറയാണ്. ഈ പറയുന്ന ഈ ഒരു ടേബിളിൽ നിന്ന് ഒരു മാർക്ക് ഇല്ലാതെ നിങ്ങൾക്ക് ബയോളജി അതായത് സയൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ഇതുണ്ടായിരിക്കും, ഒരു സംശയമില്ലാത്ത കാര്യം. ഒരു മാർക്ക് ഡെഫിനറ്റ്ലി. ഇത് പല കാലത്ത് അബദ്ധത്തിലെങ്ങാനും ഇതില്ലാണ്ട് വന്നാലേ ഉള്ളൂ. നോർമൽ കേസിൽ 10th പ്രിലിംസ് മുതൽ അങ്ങ് ഡിഗ്രി ലെവൽ വരെയുള്ള ഏതൊരു എക്സാമിനും ഒരു മാർക്ക് ഇതിൽ നിന്ന് ഒരു 80% കിട്ടും. പിന്നെ 20% നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നമുക്ക് നോക്കാം. ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഓർത്തു വെക്കുക: കോളറ, കുഷ്ഠം, ക്ഷയം, മീസൽസ്, ടെറ്റനസ്, വില്ലൻ ചുമ ആട്ടോ പെർട്ടൂസിസ് എന്ന് ചില സ്ഥലത്ത് വരെ. വില്ലൻ ചുമ, പെർട്ടൂസിസ്, ടോൺസിലൈറ്റിസ്, ആന്ത്രാക്സ്, പ്ലേഗ്, ന്യൂമോണിയ. ഏതൊക്കെയാ? ഒന്നുകൂടെ വായിച്ചു തരാം. ഒന്നല്ല, രണ്ടല്ല, 3 തവണ വായിച്ചും ഞാനും നിങ്ങളോട് ഒരുമിച്ച് ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലോട്ടിരിക്കും. ഒരുപാട് മറന്നു പോകുന്ന ഒരു സാധനമാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എന്റെ കൂടെ തന്നെ നിങ്ങളും പറഞ്ഞു: കോളറ, കുഷ്ഠം, ക്ഷയം, മീസിൽസ്, ടെറ്റനസ്, വില്ലൻ ചുമ, ടോൺസിലൈറ്റിസ്, ആന്ത്രാക്സ്, പ്ലേഗ്, ന്യൂമോണിയ. ഇതെല്ലാം ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. ഇത് ചോദിക്കുന്നത് താഴെ പറയുന്നതിൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിൾ എന്ന് ചോദിച്ചിട്ട് ഒരെണ്ണം വരും. അല്ലെങ്കിൽ രോഗകാരിയല്ല ഒരു സൈഡിലും രോഗങ്ങളല്ല ഒരു സൈഡിലുമായിട്ട് മാച്ച് ദ ഫോളോയിങ് വരും. സംഭവം സിമ്പിൾ ആണെങ്കിലും ഇത് ഒരുപാട് എണ്ണം ആകുമ്പോഴത്തേക്കും നമുക്ക് കൺഫ്യൂഷൻ ആകും. ഓർത്തിരിക്കുക, എഴുതി പഠിക്കുക, അല്ലാത്തൊരു കോഡ് ഉണ്ടാക്കി പഠിക്കുക. ഇനി കോഡുകളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ആ കോഡുകൾ മിടുക്കന്മാരായിട്ടുള്ള ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ മിടുക്കികളോ ആയിട്ടുള്ള ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ അത് ഇടുക. കാരണം ഓരോരുത്തരുടെ യുക്തിബോധത്തിനനുസരിച്ചാണ് ഈ കോഡുകൾ വരുന്നത്. അപ്പം അത് ആർക്കെങ്കിലും ഒക്കെ ഉപയോഗമാകും. പിന്നെ നമ്മളൊരു കോഡ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്കത് പിന്നെ ഒരിക്കലും മറന്നു പോവുകയില്ല. അപ്പൊ ഇനി എന്റെ കമന്റ് ബോക്സിൽ നല്ല നല്ല കോഡുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. വൈറസ് വഴി ഉണ്ടാകുന്ന രോഗങ്ങളാണ് കോവിഡ് വൈറസ്. അത് നമുക്കറിയാലോ. COVID-19, പോളിയോമൈലറ്റിസ്, നമ്മുടെ പോളിയോ അസുഖം, മുണ്ടുനീര്, ചിക്കൻ പോക്സ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഹെപ്പറ്റൈറ്റിസ് അതായത് മഞ്ഞപ്പിത്തം, പക്ഷിപ്പനി, 5-ാം പനി, മീസിൽസ്, പേവിഷബാധ, എയ്ഡ്സ്. ഇതിൽ ചിലതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന. കോവിഡ് ഒരു വൈറസാണെന്ന് നമുക്കറിയാം. അപ്പൊ അത് പഠിക്കണ്ട, കാരണം അതും അറിയാം. എയ്ഡ്സ് ഒരു വൈറസാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അത് പഠിക്കണ്ട.
അപ്പൊ ഇതിനകത്ത് പലതും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഓൾറെഡി നമ്മുടെ തലച്ചോറിനകത്ത് ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണ്ട. അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കുത്തിയിരുന്ന് പഠിക്കുക. എല്ലാം കൂടെ ഒരേ ഡെപ്തിൽ നമ്മൾ പഠിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് സഫോക്കേറ്റഡ് ആയിട്ട് ഇട്ടിട്ട് പോകും. അപ്പം ഓരോന്നും അറിയില്ലാത്ത കാര്യം കൂടുതൽ ഇന്റൻസിറ്റി കൂട്ടി പഠിക്കുക. അറിയാവുന്ന കാര്യം ജസ്റ്റ് വായിച്ചു പോവുക. അങ്ങനെ പഠിച്ചാലേ നമുക്ക് PSCയിൽ പിടിച്ചെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് COVID-19, പോളിയോ മൈലറ്റിസ്, മുണ്ടിനീര്, ചിക്കൻ പോക്സ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം, പക്ഷിപ്പനി, അഞ്ചാം പനി, മീസിൽസ്, പേവിഷബാധ, എയ്ഡ്സ്. അപ്പൊ ലാസ്റ്റ് വൺ ഫംഗസ്. ഫംഗസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ നോക്കി. വട്ടച്ചൊറി, നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ പലർക്കും പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും ഇല്ലാട്ടോ. വട്ടച്ചൊറി, കാൻഡിഡിയാസിസ്. നമ്മൾ ഫംഗസ് മുമ്പേ കണ്ടപ്പോൾ നമ്മൾ കണ്ടു, മനുഷ്യന് അസുഖം ഉണ്ടാക്കുന്ന ഫംഗസുകളുടെ പേര് നമ്മൾ കാൻഡിഡ, ഹിസ്റ്റോപ്ലാസ്മ എന്നൊക്കെ കണ്ടില്ലേ. അപ്പൊ അവിടെ കണ്ട ആ കാൻഡിഡ, ആ ഫംഗസ് ഉണ്ടാക്കുന്ന അസുഖമാണ് കാൻഡിഡിയാസിസ്. അടുത്ത നോക്കി ഹിസ്റ്റോപ്ലാസ്മോസിസ്. അവിടെ നമ്മൾ പറഞ്ഞ ഹിസ്റ്റോപ്ലാസ്മ എന്ന ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ് ഹിസ്റ്റോപ്ലാസ്മോസിസ്. അടുത്തതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ആസ്പെർജില്ലോസിസ്. ആസ്പെർജില്ലോസിസ് എന്ന് പറയുന്നത് ഒരു ശ്വാസകോശ രോഗമാണ്. അത് ഉണ്ടാക്കുന്ന ഒരു ഫംഗസ് ആണ്. ഓർത്തോണം കേട്ടോ. ആസ്പെർജില്ലോസിസ് എന്ന് പറയുന്നത് ഒരു ശ്വാസകോശ രോഗമാണ്, ഒരു ഫംഗസ് ആണ്. ചോദ്യം വരാം, ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു ശ്വാസകോശ രോഗത്തിന് എക്സാമ്പിൾ എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ തെറ്റിപ്പോകണല്ലോ വായിച്ചിട്ട്. എങ്ങനെയാ പറഞ്ഞു നോക്കി, നിങ്ങളും പറഞ്ഞു നോക്കി. വളരെ ടങ് ട്വിസ്റ്റിംഗ് ആ. ആസ്പെർജില്ലോസിസ്. ആസ്പെർജില്ലോസിസ് എന്ന് പറയുന്നത് ഒരു ശ്വാസകോശ രോഗമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ടങ് ട്വിസ്റ്റിംഗ് ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാനത് മാക്സിമം അവോയ്ഡ് ചെയ്യും. എന്തെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് നോക്കിയേ, മണ്ണിലൂടെ, വായുവിലൂടെ, ജലവും ഭക്ഷണവും വഴി നമ്മൾ പറഞ്ഞല്ലോ, അതായത് രോഗങ്ങൾ പകരുന്ന 3 വഴികള്. അതായത് നമ്മൾ രോഗകാരികൾ അഥവാ വെക്ടർ വഴി അല്ലാതെ രോഗം പകരുന്ന 3 വഴിയും നമ്മൾ ആ ചാർട്ടിൽ കണ്ടില്ലേ, അത് തന്നെയാണ് ഇത്. നമ്മൾ ഒന്നും കൂടെ നോക്കുകയാണ്. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിൾ എന്താ? വിരശല്യം, ടെറ്റനസ്, ഹെൽമിന്തിയാസിസ്. വിരശല്യം, ടെറ്റനസ്, ഹെൽമിന്തിയാസിസ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിൾ ഏതാ? ക്ഷയം, മീസിൽസ്, ചിക്കൻ ബോക്സ്, COVID-19, ഇൻഫ്ലുവൻസ. ഏതൊക്കെയാ ഒന്നുകൂടെ ഓർത്ത് നോക്കി. ക്ഷയം, മീസിൽസ്, ചിക്കൻ ബോക്സ്, COVID-19, ഇൻഫ്ലുവൻസ. ജലവും ഭക്ഷണം വഴി നമ്മൾ ആദ്യം എല്ലാവരും മനസ്സിൽ വരുന്ന ഏതാ? കോളറ. അതവിടെ ഉണ്ട്. അപ്പൊ വലിച്ചു പിടിച്ചോ, കോളറ. പിന്നെ ഏതൊക്കെയാ? ടൈഫോയിഡ്, വയറിളക്കം, പോളിയോ. ശ്രദ്ധിക്കണം കേട്ടോ, ഈ ടൈഫോയിഡ്, വയറിളക്കം, കോളറ ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ നമുക്കറിയാം. പക്ഷെ ആ ലാസ്റ്റ് എടുക്കുന്ന ഓപ്ഷൻ കണ്ടോ, പോളിയോ. അത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലോട്ട് വന്നു വരികയില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങളാണ് ടൈഫോയിഡ്, വയറിളക്കം, കോളറ, പോളിയോ. പിന്നെ അടുത്തത് നോക്കിയേ, രോഗാണുവാഹകർ. അതായത് രോഗാണുവാഹകർ ഇംഗ്ലീഷ് എന്താ പറഞ്ഞ? വെക്ടർ. അപ്പൊ ഇതും നമ്മൾ അവിടെ കണ്ടതാണ്. ഒന്നും കൂടെ സമ്മറൈസ് ചെയ്ത് പറയുന്നതാണ്. ഞാൻ ഈ ചാപ്റ്റർ വീണ്ടും 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 പറയുന്നത്. ഇത് നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ അത്രത്തോളം നിങ്ങളുടെ ഉള്ളിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. തനിയെ വായിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് പോകും. കാരണം എല്ലാം ഫാക്ട് കാണാതെ പഠിക്കാനല്ലേ, നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുള്ളൂ ഇതിനകത്ത്. അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി, മന്ത്, ചിക്കൻ ഗുനിയ, മലേറിയ, മഞ്ഞപ്പനി അഥവാ യെല്ലോ ഫീവർ, സീക്ക ഫീവർ. ഏതൊക്കെയാ? ഡെങ്കിപ്പനി, മന്ത്, ചിക്കൻ ഗുനിയ, മലേറിയ, മഞ്ഞപ്പനി അഥവാ യെല്ലോ ഫീവർ, സീക്ക ഫീവർ. ഇതിനകത്ത് ചിക്കൻ ഗുനിയ, മലേറിയ, ഡെങ്കിപ്പനി, മന്ത് ഇതൊക്കെ നമുക്ക് കൊതുകിന്റെ ആണെന്നറിയാം. ലാസ്റ്റത്തെ രണ്ടെണ്ണം ഇല്ലേ, മഞ്ഞപ്പനി അഥവാ യെല്ലോ ഫീവർ, സീക്ക ഫീവർ, ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്യണം. കാരണം സാധാരണ നമ്മളത് അത്ര ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന കാര്യം ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ റെയർ ആയിട്ടുള്ള ഫാക്റ്റ് ആണ് കൂടുതൽ ചോദിക്കുന്നത്. അടുത്ത് നോക്കി, ഈച്ച വഴി ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാ? ടൈഫോയിഡ്, ഡിസെൻട്രി, കോളറ. ഭക്ഷണം എപ്പോഴും അടച്ചു വെക്കണം, തുറന്നു വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുതെന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ. ഈച്ച വഴി ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ടൈഫോയിഡ്, ഡിസെൻട്രി, കോളറ. ഇനി അടുത്ത ഏതാ? മനുഷ്യൻ വഴി ഉണ്ടാകുന്ന അസുഖങ്ങൾ കുഷ്ഠം. ഒരു മനുഷ്യൻ നിന്ന് അടുത്ത മനുഷ്യനിലോട്ട് പകരുന്ന കേട്ടോ, കുഷ്ഠം. ചെങ്കണ്ണ്, നമ്മുടെ കണ്ണിലസുഖം എന്ന് പറയില്ലേ, കണ്ണിലസുഖം, കണ്ണി സൂക്കട എന്നൊക്കെ പറയുന്ന സാധനം. കുഷ്ഠം, ചെങ്കണ്ണ്, എയ്ഡ്സ്. ഇനി പക്ഷികൾ വഴി പകരുന്ന ഏതൊക്കെയാ? പക്ഷിപ്പനി, ഹിസ്റ്റോപ്ലാസ്മോസിസ്. ഹിസ്റ്റോപ്ലാസ്മോസിസ് ഉറപ്പ് നോക്കി, ഹിസ്റ്റോപ്ലാസ്മോസിസ്. വലിയൊരു പേരല്ലേ. അടുത്താണ് ഓർണിത്തോസിസ്. അപ്പൊ ഓർണിത്തോളജി എന്ന് വെച്ചാൽ പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഓർത്ത് നോക്കാം, നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇനി അടുത്താണ് എലിയുടെ ചെള്ള്. എലിച്ചെള്ളൊക്കെ വഴി ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ലെപ്റ്റോസ്പൈറോസിസ്. എന്താ ഈ ലെപ്റ്റോസ്പൈറോസിസ്? നമ്മുടെ എലിപ്പനി തന്നെയാണ് ലെപ്റ്റോസ്പൈറോസിസ്. പ്ലേഗ്, ടൈഫസ്. അപ്പൊ എലിച്ചെള്ള് വഴി ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ലെപ്റ്റോസ്പൈറോസിസ്. എലിപ്പനി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ കണ്ടിട്ട് നമ്മൾ ചാടി എഴുതും. പക്ഷെ പെട്ടെന്ന് എല്ലാവർക്കും ലെപ്റ്റോസ്പൈറോസിസ് ഓർമ്മയുണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് ആ പേര് തന്നെ ഇവിടെ തന്നേക്കുന്നത്. എലിച്ചെള്ള് വഴി ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ലെപ്റ്റോസ്പൈറോസിസ്, പ്ലേഗ്, ടൈഫസ്.
അപ്പൊ അടുത്തത് എന്താണ് നോക്കി, പകർച്ചവ്യാധികൾ സസ്യങ്ങളില്. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, കൂമ്പ് ചീയൽ ഏത് ചെടിയെ ബാധിക്കുന്നതാണെന്ന് ചോദ്യം വരുമെന്നല്ല, വന്നിട്ടുണ്ട്, ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ഒന്നും കൂടെ ടേബിളിൽ കാണുന്നത്. അപ്പൊ തെങ്ങിനെ ബാധിക്കുന്ന രോഗമാണ് കൂമ്പ് ചീയൽ. ഏതാണ്? തെങ്ങിനെ ബാധിക്കുന്ന രോഗമാണ് കൂമ്പ് ചീയൽ. നെല്ലിനെ ബാധിക്കുന്ന രോഗമാണ് തവിട്ടിലപ്പുള്ളി. ഇനി പയറ് ചെടിയെ ബാധിക്കുന്ന രോഗമാണ് മൊസൈക്ക് രോഗം. പയറ് ചെടിയെ ബാധിക്കുന്ന രോഗമാണ് മൊസൈക്ക് രോഗം. വാഴയെ ബാധിക്കുന്ന രോഗമാണ് കുറുനാമ്പ് രോഗം, അല്ലെങ്കിൽ കൂമ്പടപ്പ് രോഗം എന്ന് പറയും. വാഴയെ ബാധിക്കുന്നതാണ് കുറുനാമ്പ് രോഗം അല്ലെങ്കിൽ കൂമ്പടപ്പ് രോഗം. തക്കാളിയെ ബാധിക്കുന്ന രോഗമാണ് വാട്ടരോഗം, വിൽറ്റ് ഡിസീസ് എന്ന് പറയും. പച്ചക്കറിനെ ബാധിക്കുന്നതാണ് പൂപ്പൽ. അപ്പം ഇതിനകത്ത് കാണാതെ പഠിക്കുക കേട്ടോ. പകർച്ചവ്യാധി ജന്തുക്കളിലോട്ട് വരുമ്പോൾ ഏതൊക്കെയാ? പക്ഷികള്. അറിയാവുന്ന കാര്യം, പക്ഷികൾ വഴി പക്ഷിപ്പനി ഉണ്ടാകും. ആ, പച്ച പശു ആടിനെയൊക്കെ ബാധിക്കുന്ന രോഗമാണിത്, ആന്ത്രാക്സ്. നായ, പൂച്ച, പട്ടീനെയും പൂച്ചേനെയൊക്കെ ബാധിക്കുന്ന രോഗമാണ് പേവിഷബാധ. വവ്വാലിനെ ബാധിക്കുന്ന രോഗമാണിത്, നിപ്പ. കന്നുകാലികളെ ബാധിക്കുന്ന രോഗം ഏതാണ്? കുളമ്പ് രോഗം. ഈ രോഗപ്രതിരോധ ശേഷി നമ്മൾ എപ്പോഴും കേൾക്കുന്ന പ്രതിരോധ ശേഷി, നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ട ഒരു പ്രതിരോധ ശേഷി തീരെ കുറവാകൊണ്ട് എപ്പോഴും അസുഖമാണെന്നൊക്കെ അമ്മമാരും അച്ഛന്മാരൊക്കെ പറയില്ലേ. അപ്പൊ എന്താ ഈ പ്രതിരോധ ശേഷി എന്ന് വെച്ചാൽ, അതായത് ഒരു രോഗം ഉണ്ടാക്കുന്ന ഒരു പത്തോജൻ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ അതിനെ നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കാനും ഒക്കെ ഉള്ള കഴിവ് സ്വാഭാവികമായിട്ടും നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിനുണ്ട്. അത് ഒരാൾക്ക് ജന്മനാ കിട്ടുന്നതാണ്. അങ്ങനെ ജന്മനാ നമുക്കുള്ള, സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനകത്തുള്ള ആ പ്രതിരോധ ശേഷിനെയാണ് നമ്മൾ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി അഥവാ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. എങ്ങനെയാ? സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി അഥവാ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. ഇത് എല്ലാവർക്കും ഒരുപോലെ ആണെന്നില്ല. ചിലർക്ക് അത് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കുറവുള്ളവർക്കാണ് എപ്പോഴും അസുഖം ഉണ്ടാകുന്നത്. എന്നാൽ ഇത് അങ്ങനെയല്ലാതെ ഒരു വ്യക്തി അയാളുടെ ജീവിത കാലഘട്ടത്തിൽ സ്വന്തമായിട്ട് ആർജിച്ചെടുക്കുന്ന പ്രതിരോധ ശേഷിയുണ്ട്. അതിനെയാണ് നമ്മൾ ആർജിത രോഗ പ്രതിരോധ ശേഷി. അതെങ്ങനെയാ? അതായത് പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ പകർച്ചവ്യാധിക്കൊക്കെ എതിരെ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പ്. എന്താ പ്രതിരോധ കുത്തിവയ്പ്പ്? നമ്മുടെ വാക്സിൻസ് എടുക്കും. അപ്പൊ ഇങ്ങനെ വാക്സിൻ എടുക്കുന്ന വഴി നമുക്ക് രോഗപ്രതിരോധ ശേഷി നമ്മൾ ജനിക്കുമ്പോൾ ഉള്ളതല്ലാതെ പിന്നെ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ആർജിച്ചെടുക്കും. അങ്ങനെ ആർജിച്ചെടുക്കുന്ന ആ രോഗപ്രതിരോധ ശേഷിനെയാണ് നമ്മൾ ആർജിത രോഗപ്രതിരോധ ശേഷി അഥവാ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വസൂരി, പ്ലേഗ്, പോളിയോ ഇങ്ങനെയുള്ള പല മഹാമാരിയുടെ ഇംഗ്ലീഷ് എന്താ നമ്മൾ പറഞ്ഞേ? പാൻഡമിക്. ഇങ്ങനെയുള്ള പല മഹാമാരികളെ നമ്മൾ അതിജീവിച്ചത് ഇത്തരത്തിലുള്ള വാക്സിൻസും പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്തതാണ്. നമ്മൾ കോവിഡിനെ നമ്മൾ ലാസ്റ്റ് വാക്സിൻ എടുത്തതല്ലേ. ചിലർക്ക് വാക്സിൻ പ്രശ്നമായി, ചിലർക്ക് പ്രശ്നമായില്ല. അതൊക്കെ വേറെ കാര്യം. നമ്മൾ വാക്സിൻ എടുത്തല്ലോ എല്ലാവരും തന്നെ. ഇനിയാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് പാർട്ടിലോട്ട് പോകുന്നത്, വാക്സിനേഷൻ. അതായത് ഈ പഴയ SCRT-യിൽ ഇല്ലായിരുന്ന, പുതിയതായിട്ട് SCRT ഈ ചാപ്റ്റർ വന്നപ്പം പുതിയതായിട്ട് ആഡ് ചെയ്ത പോർഷനാണ് ഈ വാക്സിനേഷൻ. അതുകൊണ്ട് തന്നെ പണ്ടത്തെ എക്സാമുകൾക്ക് അത്രയും ചോദിച്ചിട്ടില്ല. എന്നാൽ ഇനിയുള്ള എക്സാമിൽ ഇതിനകത്ത് ആറഞ്ചം പോറഞ്ചം എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം ക്വസ്റ്റ്യൻസ് ഉള്ള ഏരിയ ആണിത്. ശ്രദ്ധിച്ചിരിക്കുക. പണ്ടും ചോദിക്കുന്ന, എപ്പോഴും PSCയുടെ എവർഗ്രീൻ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് BCG. BCGയുടെ ഫുൾ ഫോം, അത് എന്തിനു ഉപയോഗിക്കുന്നു, അത് ഏത് പ്രായത്തിൽ കൊടുക്കുന്നു, എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ആദ്യം നോക്കണം. നോക്കി, ഒരു കുട്ടിയോടെ കിടക്കുന്നുണ്ട്. ആ കൊച്ചിന്റെ ഏതൊക്കെ പ്രായങ്ങളിൽ ഏതൊക്കെ കൊടുക്കുക പറഞ്ഞത്. അപ്പൊ നോക്കി, ജനന സമയം, ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ കൊടുക്കുന്ന വാക്സിൻസ് 3 ഏതൊക്കെയാ? OPV എന്താന്ന് നോക്കി, OPV, BCG, ഹെപ്പി. ഏതൊക്കെ? ഹെപ്പി എന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബി. OPV എന്ന് വെച്ചാൽ ഓറൽ പോളിയോ വാക്സിൻ, നമ്മൾ വായിൽ ഒഴിച്ചു കൊടുക്കുന്നില്ലേ പോളിയോ വാക്സിൻ. OPV ഓറൽ പോളിയോ വാക്സിൻ. BCGയുടെ ഫുൾ ഫോം വെരി 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 ഇമ്പോർട്ടന്റ്. എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. BCGയുടെ ഫുൾ ഫോം ആണ് ബാസിലസ് കാൽമെറ്റ് ഗ്വറിൻ. എഴുതി തന്നെ പഠിച്ചു. BCGയുടെ ഫുൾ ഫോം ആണ് ബാസിലസ് കാൽമെറ്റ് ഗ്വറിൻ. ഇത് ഏത് അസുഖത്തിനെതിരെയുള്ളതാ? അത് നമ്മൾ വരുമ്പോൾ കാണാം കേട്ടോ. അതാ പറയാൻ പോകുന്നത്. ഇനി ഹെപ്പ് ബി എന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എതിരെയുള്ള. അപ്പം നമ്മളൊരു കുട്ടി ജനിക്കുമ്പോഴേ നമ്മൾ കൊടുക്കുന്ന വാക്സിൻസ് 3 ഓറൽ പോളിയോ വാക്സിൻ, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പൊ അടുത്ത കുട്ടി നോക്കി, ആ കുട്ടി കമഴ്ന്നു. നോക്കി, ആറാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്കും കൊടുക്കുന്ന ഏതൊക്കെയാ? OPV1 ഓറൽ പോളിയോ വാക്സിൻ 1. RVV എന്ന് വെച്ചാൽ എന്താ? റോട്ടാ വൈറസ് വാക്സിൻ. അതായത് നമ്മുടെ ഡയേറിയ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വൈറസ് ആണ് റോട്ടാ വൈറസ്. ഈ റോട്ടാ വൈറസിനെതിരെയുള്ള വാക്സിനാണ് റോട്ടാ വൈറസ് വാക്സിൻ 1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡോസ്, 2 എന്ന് വെച്ചാൽ സെക്കൻഡ് ഡോസ്. അങ്ങനെയാട്ടോ, ഡോസ് ആണ് 1, 2, 3 എന്ന് പറഞ്ഞു പോകുന്നത്. ഇനി പെൻഡാവലന്റ് 1. എന്താ ഈ പെൻഡാവലന്റ് എന്ന് വെച്ചാൽ? പെൻഡാവലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 രോഗങ്ങൾക്കെതിരെ കൊടുക്കുന്നതാണ് നമ്മൾ പെൻഡാവലന്റ് വാക്സിൻ എന്ന് പറഞ്ഞത്. ഇപ്പൊ പെൻഡാവലന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ഇമ്പോർട്ടന്റ് ആട്ടോ, ചോദിക്കാവേ. പെൻഡാവലന്റ് വാക്സിൻ ഏതൊക്കെ രോഗങ്ങൾക്കെതിരെ എന്ന് ചോദിക്കാം. ഏതൊക്കെയാ? ഡിഫ്തീരിയ, വില്ലൻ ചുമയുടെ ഇംഗ്ലീഷ് ആണ് പെർട്ടൂസിസ്. ചിലടത്ത് വില്ലൻ ചുമ എന്ന് പറയും, ചിലടത്ത് പെർട്ടൂസിസ് എന്ന് കാണും. തെറ്റിപ്പോരുത് കേട്ടോ. ഏതൊക്കെയാ 5 രോഗങ്ങൾ? ഏതൊക്കെയാ? ഡിഫ്തീരിയ, പെർട്ടൂസിസ് അഥവാ വില്ലൻ ചുമ, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി.
ഒന്നുകൂടെ പറയാം 5 വാക്സിൻസ്. ഒന്ന് നോട്ട് ചെയ്ത് എഴുതി വെച്ചു. ഡിഫ്തീരിയ, വില്ലൻ ചുമ അഥവാ പെർട്ടൂസിസ്, ടെറ്റനസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. ഇത്രയും 5 വാക്സിൻ 5 രോഗങ്ങൾക്കെതിരെയുള്ളതുകൊണ്ടാണ് നമ്മൾ പെൻഡാവലന്റ് 1 എന്ന് പറയുന്നത്. പിന്നെ വരുന്ന FIPV1 എന്ന് വെച്ചാൽ പോളിയോ വാക്സിനെതിരെയുള്ള അതിന്റെ ഫ്രാക്ഷണൽ ഡോസ് ആണ്. പോളിയോ വാക്സിന്റെ ഫ്രാക്ഷണൽ ഡോസ് 1 ആണ് FIPV1 എന്ന് പറയുന്നത്. പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് 1. PCV എന്ന് വെച്ചാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? PCV ന്യൂമോകോക്കൽ ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിനാണ് PCV എന്ന് പറയുന്നത്. അടുത്തത് നോക്കി ഏത് പ്രായ? 10ാമത്തെ ആഴ്ച. 10ാമത്തെ ആഴ്ച കഴിഞ്ഞ് 3 തരത്തിലുള്ള വാക്സിനാണുള്ളത്. OPV2 അതായത് ഓറൽ പോളിയോ വാക്സിൻ 2, RVV റോട്ടാ വൈറസ് വാക്സിന്റെ സെക്കൻഡ് ഡോസ്, പെൻഡാവലന്റ് വാക്സിന്റെ സെക്കൻഡ് ഡോസ്. 10ാമത്തെ ആഴ്ച. ഇനി 14ാമത്തെ ആഴ്ചയോ? 14ാമത്തെ ആഴ്ചത്തെ വീണ്ടും ഓറൽ OPV3 അതായത് ഓറൽ പോളിയോ വാക്സിന്റെ തേർഡ് ഡോസ്, റോട്ടാ വൈറസ് വാക്സിന്റെ തേർഡ് ഡോസ്, പെൻഡാവലന്റ് വാക്സിന്റെ തേർഡ് ഡോസ്, FIPV അതായത് പോളിയോ വാക്സിന്റെ പോളിയോ വാക്സിന്റെ ഫ്രാക്ഷണൽ ഡോസ് സെക്കൻഡ് ഡോസ്, PCV ന്യൂമോകോക്കൽ അതായത് ന്യൂമോണിയക്കെതിരെയുള്ള വാക്സിന്റെ സെക്കൻഡ് ഡോസ്. അപ്പൊ ഇതിപ്പോ നമ്മൾ പറഞ്ഞ ജനന സമയം 6ാമത്തെ ആഴ്ച, 10ാമത്തെ ആഴ്ച, 14ാമത്തെ ആഴ്ച, 4 ആഴ്ചകളിലെ പറഞ്ഞു. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യം ചോദിക്കാം, ഒരു കുട്ടി ജനിക്കുമ്പോൾ കൊടുക്കുന്ന വാക്സിനുകൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ട് ചോദിക്കാം. ഏതൊക്കെയാ? ഓറൽ പോളിയോ വാക്സിൻ പോളിയോക്കെതിരെയുള്ളത്, BCG, ഹെപ്പറ്റൈറ്റിസ് ബി. BCG ക്ഷയരോഗത്തിനെതിരെ കൊടുക്കുന്ന കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുമ്പോഴത്തേക്കും മഞ്ഞപ്പിത്തത്തിനെതിരെ. അപ്പൊ ഇനി അടുത്ത് നോക്കി. അടുത്തത് ഈ വാക്സിനുകളെല്ലാം 16 വയസ്സ് താഴെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആശാവർക്കർമാരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ അന്വേഷിച്ചു വന്ന് കൃത്യമായിട്ട് അവരത് പറയും. അത്ര ഇമ്പോർട്ടന്റ് ആണ്. 16 വയസ്സ് താഴെയുള്ള കാലഘട്ടങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിൽ എടുക്കുന്ന വാക്സിനുകളാണ് നമ്മൾ കാണുന്നത്. 9ാമത്തെ മാസം എടുക്കുന്ന വാക്സിൻ നോക്കി. MR1. MR എന്ന് വെച്ചാൽ എന്താ? MR എന്ന് വെച്ചാൽ മീസെല്ലസ് റുബല്ല വാക്സിൻ. PCV ബൂസ്റ്റർ. PCV മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ന്യൂമോകോക്കൽ അതായത് നമ്മുടെ ന്യൂമോണിയക്കെതിരെ PCV ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. PCVയുടെ ബൂസ്റ്റർ ഡോസ് ആദ്യം അപ്പുറത്തെടുത്തിരുന്നു. ഇനി വൈറ്റമിൻ എ. വൈറ്റമിൻ എ എന്ന് വെച്ചാൽ കണ്ണിന്റെ കാഴ്ചശക്തിനെ കൂട്ടാൻ വേണ്ടിയിട്ടും അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് വൈറ്റമിൻ എ. അതിനാൽ FIPV അതായത് നമ്മുടെ പോളിയോ വൈറസിനെതിരെയുള്ള ഫ്രാക്ഷണൽ ഡോസ് വാക്സിൻ. ഇനി അടുത്തത് അപ്പൊ ഏതൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞത്? 9ാമത്തെ മാസം MR1 മീസലസ് റുബല്ല വാക്സിൻ, PCV ബൂസ്റ്റർ ഡോസ്, വൈറ്റമിൻ എ, FIPV3. അപ്പൊ അടുത്ത പ്രായം നോക്കിയേ. 16 വയസ്സ് മുതൽ 16 വയസ്സല്ല കേട്ടോ, സോറി, 16 മാസം മുതൽ 24 മാസം വരെ. 16 to 24 മാസം കൊടുക്കുന്ന ഏതൊക്കെയാ? MR2. നോക്കി, നിങ്ങൾ കാണാൻ വേണ്ടിയാണ് ഞാനിത് വീണ്ടും സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. MR2 എന്താണെന്ന് വായിച്ചു നോക്കി. ഞാൻ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളും വായിച്ചോളൂ. MR2 മീസലസ് റുബല്ല വാക്സിൻ അതിന്റെ സെക്കൻഡ് ഡോസ്. OPV എന്താ? ഓറൽ പോളിയോ വാക്സിൻ പോളിയോക്കെതിരെയുള്ള അതിന്റെ ബൂസ്റ്റർ ഡോസ്. DPT ബൂസ്റ്റർ. DPT എന്താ? DPTയുടെ ഫുൾ ഫോം ഒക്കെ PSCയുടെ ക്വസ്റ്റ്യൻ ഉണ്ടായ കാലം മുതൽ ചോദിക്കുന്ന ചോദ്യമൊക്കെ കേട്ടോ. DPTയുടെ പണ്ട് നമ്മുടെയൊക്കെ പേരൻസ് പരീക്ഷ എഴുതിയ കാലം തൊട്ട് ചോദിക്കുന്ന ചോദ്യമാണ് DPTയുടെ ഒക്കെ ഫുൾ ഫോം. എന്നാലും ഇപ്പോഴും ചോദിക്കും. DPTയുടെ ഫുൾ ഫോം ആണ് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് വാക്സിൻ. ഇനി വൈറ്റമിൻ A2. വൈറ്റമിൻ എയുടെ സെക്കൻഡ് ഡോസ്. അപ്പൊ ഇനി അടുത്ത പ്രായം നോക്കി. 5 മുതൽ 6 വയസ്സ് വരെ കുഞ്ഞുങ്ങൾ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കും. എന്റെ മോള് കഴിഞ്ഞ ദിവസം പോയി കുത്തി മേടിച്ച് വന്നു. 5 മുതൽ 6 വയസ്സ് വരെയുള്ള സമയത്ത് ഏതൊക്കെയാ? DPTയുടെ ബൂസ്റ്റർ ഡോസ്, ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ് വാക്സിൻ. ഇനി അടുത്ത് നോക്കിയാൽ കുറേയും കൂടെ കുട്ടി വലുതായി 10 വയസ്സായി. 10 വയസ്സാകുമ്പോൾ ഏതാ? 10 വയസ്സിലും പിന്നെയുള്ള ഏതാ? 16 വയസ്സിൽ. 10 വയസ്സിൽ TD1. TD എന്ന് വെച്ചാൽ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിന്റെ ഫസ്റ്റ് ഡോസ്. പിന്നെ നോക്കിയേ 16ാമത്തെ വയസ്സിൽ ലാസ്റ്റത്തെ വാക്സിൻ ഏതാ? TD2 ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ 2. ഇത്രയാണ് നമ്മൾ നിർബന്ധമായിട്ടും എടുത്തിരിക്കേണ്ട 16 വയസ്സിനിടയിൽ എടുത്തിരിക്കേണ്ട വാക്സിനുകൾ. ഇതല്ലാതെ ഇതിപ്പോ പ്രൈവറ്റ് ആശുപത്രികളിൽ ഓരോരോ രോഗത്തിനെതിരെ പുതിയ പുതിയ വാക്സിനുകൾ കണ്ടുപിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് വേറെ. ഇത് നമ്മൾ ഗവൺമെന്റ് 16 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളും നിർബന്ധമായും എടുത്തിരിക്കണം എന്ന് പറയുന്ന വാക്സിനുകളാണ് നമ്മളിവിടെ കണ്ടത്. ഇനിയാണ് നമ്മുടെ ക്വസ്റ്റ്യനുള്ള ഏരിയ വരുന്നത്. ഈ കിടക്കുന്ന ചാർട്ടിൽ നിന്ന്, ഈ കിടക്കുന്ന ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് 2 മാർക്കൊക്കെ നിശ്ചയമായും കിട്ടുന്ന ഏരിയ നോക്കണം കേട്ടോ. BCG ആദിയായ കാലം മുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. BCGയുടെ ഫുൾ ഫോമും അത് ഏത് രോഗത്തിനെതിരെയാണ്? BCG എന്ന് പറയുന്ന ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിനാണ് BCG. ബാസിലസ് കാൽമെറ്റ് ഗ്വറിൻ. ആ ഫുൾ ഫോം വെരി വെരി ഇമ്പോർട്ടന്റ്. അടുത്താണ് OPV എന്താ? ഓറൽ പോളിയോ വാക്സിൻ. അത് നമുക്കറിയാലോ, പോളിയോ രോഗത്തിനെതിരെ. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തത്തിനെതിരെയുള്ള വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി. അടുത്തത് FIPV എന്താ? പോളിയോ രോഗത്തിനെതിരെയുള്ള ഫ്രാക്ഷണൽ ഡോസ് ആണ് FIPV. അടുത്തത് RVV എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? റോട്ടാ വൈറസ് വാക്സിൻ. ഡയേറിയക്കെതിരെയുള്ളതാണ് RVV അഥവാ റോട്ടാ വൈറസ് വാക്സിൻ. അടുത്ത ഏതാണ്? PCV എന്താ? ന്യൂമോകോക്കൽ വാക്സിൻ. അതേതൊക്കെയാ?
ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, രക്തത്തിലെ അണുബാധ. ഏതൊക്കെയാ? ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, രക്തത്തിലെ അണുബാധ, ഇതിനൊക്കെ എതിരുള്ളതാണ് PCV. അടുത്താണ് MR വാക്സിൻ. MR വാക്സിൻ എന്തിനൊക്കെ എതിരുള്ളതാണ്? മീസൽസ്, റുബല്ല. അപ്പൊ ഇത് വീണ്ടും 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 വായിച്ചിരിക്കണം. ഇതിൽ നിന്ന് 1 മാർക്ക് ഷുവറാണ്, വിട്ടുകളയല്ലേ. BCG ക്ഷയരോഗത്തിനെതിരെ, OPV പോളിയോ രോഗത്തിനെതിരെ, ഹെപ്പറ്റൈറ്റിസ് B മഞ്ഞപ്പിത്തത്തിനെതിരെ, FIPV പോളിയോക്കെതിരെയുള്ള ഫ്രാക്ഷണൽ ഡോസ് ആണ്, RVV റോട്ടാ വൈറസ് വാക്സിൻ ഡയേറിയക്കെതിരെ, PCV ന്യൂമോണിയക്കെതിരെ ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ ആണ്. ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, രക്തത്തിലെ അണുബാധ ഇതിനെതിരെ. MR വാക്സിൻ മീസലസ്, റുബല്ലയ്ക്കെതിരെ. DPT. അടുത്ത DPT എന്താണ്? DTP അല്ല കേട്ടോ, DTP അടിക്കാൻ പോകുന്ന അത് വേറെ, ഇത് വേറെ. DPT ഡിഫ്തീരിയ. P എന്ന് പറയുന്ന പെർട്ടൂസിസിന്റെ ആണ് ഈ P എന്ന് പറയുന്നത്. അതിന്റെ മലയാളത്തിലുള്ള പേരാണ് വില്ലൻ ചുമ. അത് ചിലപ്പോൾ വില്ലൻ ചുമ എന്ന് ഓപ്ഷൻ തരും, ചിലപ്പോൾ പെർട്ടൂസിസ് എന്ന് തരും. രണ്ടും ഒന്ന് തന്നെയാണ്. ചില കുട്ടികൾക്ക് എത്ര പറഞ്ഞാലും തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത്. ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലോട്ട് അതൊന്ന് പതിയാൻ വേണ്ടി. DPT എന്ന് പറയുന്നതാണ് ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഈ 3 TD എന്തിനെതിരെയാണ്? ടെറ്റനസും ഡിഫ്തീരിയയ്ക്കും എതിരെയുള്ള വാക്സിനാണ് TD. വൈറ്റമിൻ എ കണ്ണിന്റെ ആരോഗ്യത്തിന് കൊടുക്കുന്നതാണ് വൈറ്റമിൻ എ. അപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ നല്ല കളർഫുൾ ആയിട്ട് ഞാൻ ഇവിടെ തന്നിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ഓർമ്മയിലോട്ട് കൊണ്ടുവന്നേ. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. പോളിയോ രോഗത്തിനെതിരെയുള്ള വാക്സിൻ ഏതാ? OPV ഓറൽ പോളിയോ വാക്സിൻ. BCG കണ്ടോ, ഓപ്ഷൻ തെറ്റിച്ചിട്ടേക്കുന്നുണ്ടോ? രോഗമാണ് ക്ഷയരോഗം. BCG എന്താണ്? അതിന്റെ വാക്സിൻ ആണ്. ഇനി മഞ്ഞപ്പിത്തത്തിനെതിരെ എതിരെയുള്ള വാക്സിൻ ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് B. പോളിയോയ്ക്ക് എതിരെയുള്ള ഫ്രാക്ഷണൽ ഡോസ് ആണ് FIPV എന്ന് പറഞ്ഞത്. ഇനി ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ്, രക്തത്തിലെ അണുബാധ, ഇതിനൊക്കെ എതിരെയുള്ള വാക്സിൻ ഏതാ? ഒന്ന് ഓർത്ത് നോക്കി. ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ PCV എന്നൊക്കെ അതിന്റെ ഫുൾ ഫോമും ചോദിക്കാം. ഇപ്പൊ ചിലപ്പോൾ ഈ കോൺജുഗേറ്റ് എന്നൊക്കെയുള്ള വേറെ വല്ല വേർഡും ആയിരിക്കും. ഒരൊറ്റ വേർഡ് മാറിപ്പോയാൽ നമ്മുടെ ആൻസർ മാറി. PCV ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ. ഡയേറിയക്കെതിരെയുള്ള ഏതായിരുന്നു? RVV റോട്ടാ വൈറസ് വാക്സിൻ. മീസെല്ലസ് റുബല MR വാക്സിൻ എന്ന് പറയും. MR വാക്സിന്റെ ഫുൾ ഫോം എന്താ? മീസെല്ലസ് റുബല്ല വാക്സിൻ. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ചോദിക്കട്ടെ, വില്ലൻ ചുമയുടെ ഇംഗ്ലീഷ് നെയിം ഏതാ? പെർട്ടൂസിസ്. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. അപ്പൊ ഇതിനെതിരെയുള്ള വാക്സിനാണ് DPT. ഇതിന് ട്രിപ്പിൾ വാക്സിൻ എന്നും പറയും കേട്ടോ. ചിലപ്പോൾ ട്രിപ്പിൾ വാക്സിൻ ഏതാണെന്ന് ചോദിക്കാം. അത് DPT ആ. ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. ഇനി നമ്മൾ കണ്ട കാര്യം ഒന്നും കൂടെ പറഞ്ഞാൽ, ഞാൻ നല്ല കളറൊക്കെ വെച്ച് ഒന്നും കൂടെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നമ്മൾ റിവിഷൻ പോലെ കളർഫുൾ ആയിട്ട് അവസാനം കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഒന്നും കൂടെ ഓർമ്മയിലോട്ട് കൊണ്ടുവരാൻ കേട്ടോ. പറഞ്ഞ കാര്യം എന്താ വീണ്ടും വീണ്ടും പറഞ്ഞാൽ ചിന്തിക്കേണ്ട. ഇത് റിവിഷനാണ്. കുളമ്പ് രോഗം ബാധിക്കുന്ന എവിടെയാണ്? കന്നുകാലികളിൽ. പേവിഷബാധ പൂച്ച, നായ. പക്ഷിപ്പനി പക്ഷികളിൽ. ആന്ത്രാക്സ് പശുവാട്. ഇതൊക്കെ നമുക്കറിയാം. പന്നിപ്പനി പന്നികളിൽ. പന്നിപ്പനി എന്ന് വെച്ചാൽ അറിയാം. സ്വൈൻ ഫീവർ എന്നൊക്കെ ഓപ്ഷൻ വന്നിട്ട് തെറ്റിക്കരുത്, അത് പന്നിപ്പനി തന്നെയാണ് കേട്ടോ. അപ്പൊ ഇനി എന്താ കിടക്കുന്നു? ഇനിയാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്. തവിട്ടിലപ്പുള്ളി. നമ്മൾ നെല്ലിന്റെ പടം കാണിച്ചിട്ട് തവിട്ടിലപ്പുള്ളി എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഇംഗ്ലീഷ് നെയിം ആട്ടോ ബ്രൗൺ സ്പോട്ട്. നെല്ലിലെ തവിട്ടിലപ്പുള്ളി അതാ ബ്രൗൺ സ്പോട്ട്. അപ്പൊ ബ്രൗൺ സ്പോട്ട് അതാ തവിട്ടിലപ്പുള്ളി ഏത് സസ്യത്തെ ബാധിക്കുന്ന? നെല്ല്. അടുത്തത് അതിലും വലിയൊരു ചോദ്യം വരുന്നത്, ഈ നെല്ലിലെ തവിട്ടിലപ്പുള്ളി ഉണ്ടാക്കുന്ന രോഗകാരി ഏതാണ്? പാത്തജൻ ഏതാണ്? അങ്ങനെ ചോദിക്കാറുണ്ട്. ഫംഗസ് ആണോ, ബാക്ടീരിയ ആണോ, വൈറസ് ആണോ? അത് പഠിക്കണം, അതും പഠിക്കണം. അപ്പൊ നെല്ലിലെ തവിട്ടിലപ്പുള്ളി ഉണ്ടാക്കുന്നത് ഫംഗസ് ആണ്. കൂമ്പ് ചീയൽ അഥവാ ബഡ് റോട്ട് അതുണ്ടാക്കുന്നത് ആരെ ബാധിക്കുന്നത്? അത് തെങ്ങുകളെയാ ബാധിക്കുന്നത്. അതുണ്ടാക്കുന്ന രോഗകാരി ഏതാണ്? അതുണ്ടാക്കുന്ന ഫംഗസിനെയാ ബാധിക്കുന്നത്. അതാരാ ഉണ്ടാക്കുന്നത്? ഫംഗസാ ഉണ്ടാക്കുന്നത്. അപ്പൊ ആരെ ബാധിക്കും? തെങ്ങിനെ ബാധിക്കും. ഉണ്ടാക്കുന്നത് ആരാണ്? അതായത് പാത്തോജൻ ആരാണ്? ഫംഗസ് ആണ്. മൊസൈക്ക് രോഗം കാണുന്നത് എവിടെയാ? ഒന്ന് ഓർത്ത് നോക്കിയേ. പയറുചെടിയിലാണ് മൊസൈക്ക് രോഗം കാണുന്നത്. അതിന് കാരണം വൈറസ് ആണ്. ചിലപ്പോൾ ചോദിക്കാം മൊസൈക്ക് ഒരു ബാക്ടീരിയ ഡിസീസ് ആണോ എന്ന് ചോദിച്ചാൽ ആ നേരത്ത് നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. ഉറപ്പിക്കണം, മൊസൈക്ക് എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. അത് പയറുചെടിയിൽ കാണുന്നതാണ്. കുലവാട്ടം അഥവാ പനാമ വിൽറ്റ് എന്ന് പറയുന്ന വാഴയിൽ കാണുന്നതാണ്. അപ്പം കുലവാട്ടം എന്നൊക്കെ കാണുമ്പോൾ നെല്ലെന്നൊന്നും വിചാരിച്ചേക്കരുത്. കുലവാട്ടം അഥവാ പനാമ വിൽറ്റ് എന്ന് പറഞ്ഞത് വാഴയിൽ കാണുന്നതാണ്. അവിടുത്തെ രോഗകാരി എന്ന് പറയുന്നത് ഫംഗസ് ആണ്. കുലവാട്ടം ഇവിടെ കാണുന്നതാണ്, വാഴയിൽ കാണുന്നതാണ്. അത് ഉണ്ടാക്കുന്നവരാണ് ഫംഗസ്. ഇനി വാട്ടരോഗം അഥവാ വിൽറ്റ്. തക്കാളി കാണുന്നതാണ് വാട്ടരോഗം അഥവാ വിൽറ്റ്. അത് പെട്ടെന്ന് ഉണങ്ങി പോകുന്ന പോലെ തളർന്നു പോകും. വാട്ടരോഗം അഥവാ വിൽറ്റ് തക്കാളി കാണുന്നതാണ്. അതിന്റെ രോഗകാരി ബാക്ടീരിയയും ചിലപ്പോൾ ഫംഗസും ആകും. അത് ഏത് ടൈപ്പാണ് എന്നതിനനുസരിച്ച് അത് മാറി മറിഞ്ഞിരിക്കും. ഓരോന്നിനും ഒരു പ്രത്യേക പേരുണ്ടല്ലോ. ഇനി ബ്ലാസ്റ്റ് രോഗം. അപ്പൊ ഇത് കഴിഞ്ഞ തവണയോ അതിന് മുമ്പത്തെ തവണയൊക്കെ LP UPയുടെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നെല്ലിന് ബ്ലാസ്റ്റ് രോഗം ഉണ്ടാക്കുന്ന എന്താണ്? ബ്ലാസ്റ്റ് രോഗം ബാധിക്കുന്ന ഏത് ചെടീനെയാണ്? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റ് രോഗം നെല്ലിനെ ബാധിക്കുന്നതാണ്. അതൊരു ഫംഗസ് ആണ്. അതിന്റെ രോഗകാരി ഫംഗസ് ആണ്. അപ്പൊ ഇത്രയാണ്. തീർന്നു. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്.
അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റിന്റെ രൂപത്തിൽ കമന്റ് ബോക്സിൽ കാണുക. നിങ്ങളുടെ കമന്റുകളും അതുപോലെ കോഡുകൾ പഠിക്കുന്നവർ തീർച്ചയായിട്ടും ആ കോഡുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. പിന്നെയും എല്ലാ വീഡിയോകളും കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും നേരം ക്ലാസ് കേട്ടിരുന്ന നിങ്ങൾക്ക് താങ്ക് യു.